വണ്ടി 10-18,000 രൂപയ്ക്ക് 4 ടയർ വാങ്ങിച്ചിട്ടുണ്ട്. 4 പുത്തൻ ടയറുള്ള വണ്ടി. അതെ അതെ, വെറും 65,000 രൂപ ഓണം ഓഫറുകളാണ് ഇതിൽ പോണത്. ഡൗൺ പേയ്മെന്റ് അല്ലാട്ടോ പറയുന്നത്, വെറും 65,000 രൂപയ്ക്ക് ചിലപ്പോൾ വല്ല ലോണും. അത് മാത്രമല്ല അലോയില് 17 ഇഞ്ചിന്റെ 4 അലോയില് അത് സെപ്പറേറ്റ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ക്ലീൻ എക്സ്ട്രാ ക്ലീൻ ആണ് അല്ലേ? അതെ, വീഡിയോ ആണോ? വീഡിയോ വണ്ടി. വേറെ അപാകതകളായിട്ടൊന്നും പറയാൻ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ഈ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ അത് മാസം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഒക്ടോബർ 6-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്നത്. അതിപ്പോൾ 5 പേരെ വണ്ടി എടുത്തുള്ളെങ്കിലും ആ 5 പേർക്ക് നമ്മൾ 5 TV കൊടുക്കും. ഇനി 50 പേരെടുത്താലും ആ 50 പേരിൽ നിന്ന് 5 പേരെ നറുക്കെടുത്തിട്ടാണ് ആ TV തരിക. ആ TV മറക്കണ്ട കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. അതുപോലെ പിന്നെ ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല കിടിലൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓണക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരുപാടധികം ഓഫറുകളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് കാറാണെങ്കിലും നിങ്ങൾ TV ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും എന്ത് മേടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഓഫറുകളുടെ സമയമാണ്. ഏറ്റവും വില കുറച്ച് കിടിലൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് യൂസ് കാർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം സ്ഥലങ്ങളിൽ ഒരുപാടധികം ഓഫറുകളുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലൻ ഒരു 32 ഇഞ്ച് TV ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഒരെണ്ണമല്ല 5 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലൈ വീൽസിലാണ്. ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞാൽ യൂസ് കാർ ഷോറൂമിലാണ്. അതായത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ തളിയോലപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ലോഞ്ചിങ് തന്നെ ഗംഭീര ഗിവ് അവേ കൊണ്ടാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഓൾറെഡി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ നമുക്കൊരു 20,000 രൂപ ഓണത്തിന് മുമ്പ് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 പേർക്ക് 5,000 രൂപ വീതം 20,000 രൂപ ഓൾറെഡി നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾ ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഇവരുടെ യൂസ് കാർ ഷോറൂമിൽ നിന്ന് ഈ ഒരു മാസം വണ്ടി എടുക്കുകയാണെങ്കിൽ, അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നതും നിങ്ങൾ കാണുന്നതും 6-ാം തീയതിയാണ്. അടുത്ത മാസം 6-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരിൽ എത്ര പേരുണ്ടോ അത്രയും പേരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 5 പേർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അമീൻ ബ്രോ ഇന്നവിടെ അപ്പൊ എന്തായാലും റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്തായാലും 5 പേർക്ക് ടിവിയും 20,000 രൂപയുടെ ഗിവ് അവേ അല്ലേ? അത് 20,000 രൂപ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി കാണാൻ മറക്കണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസം, അതായത് സെപ്റ്റംബർ 6-ാം തീയതി മുതൽ ഒക്ടോബർ 6-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്ന 5 പേർക്ക് അല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള 15,000 രൂപയൊക്കെ വില വരുന്ന കിടിലൻ 5 LED TV ആണ് തരുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാടധികം വണ്ടികൾ കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? ഉറപ്പായിട്ടും മാക്സിമം വില കുറച്ച് ഏറ്റവും ക്വാളിറ്റിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ എല്ലാം ഫുൾ ഫിനാൻസ് എല്ലാം നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് ഏറ്റവും നല്ല വണ്ടികളാണ്. അത് ഏറ്റവും വില കുറച്ചാണ്. അതെ, അത് ഗ്യാരണ്ടിയോടെ തന്നെയാണ് കൊടുക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട് മാക്സിമം അവിടേക്ക് ഒരു ചാനലൊക്കെ ഉണ്ടല്ലേ? ചാനലുണ്ട്. അതായത് ഇവരുടെ ഷോപ്പിലെ വണ്ടികളുടെ അപ്ഡേഷൻസ് വരുന്ന ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ റോഡ് മാസ്റ്റർ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ. ഇത് ഈ അവസരം കളയരുത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയുള്ള വണ്ടികളുടെ പേരും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചാനലിന്റെ പേര് പറഞ്ഞു, അമീൻ ഫ്ലൈ വീൽസ് എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര്. ഓരോ വണ്ടികളുടെയും അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഓരോ വണ്ടിയിലേക്ക് പ്രത്യേകിച്ച് എടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ ആ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ട് വേണ്ടവർ കയറി നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മള് വണ്ടി ഇതൊന്നും അല്ല വലിയ കാര്യം. വണ്ടികളുടെ വില കേട്ട് ഞെട്ടണം. വിലക്കുറവിൽ വണ്ടികൾ ഞെട്ടാൻ റെഡി ആയിക്കോ. കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലൈ വീൽസിൽ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന, ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു വണ്ടി. അതും 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള പുത്തൻ പേപ്പർ സഹിതമുള്ള 2008 മോഡൽ സാൻഡ്രോ. 8 മോഡൽ സാൻഡ്രോ ആണ്. വെറും 78,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടി. അതെ അല്ലെ? ഈ 78 ജെനുവിൻ കിലോമീറ്റർ ആണ് വണ്ടി. അതായത് ക്വാളിറ്റി വണ്ടിയാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, മെയിൻ ഗ്ലാസോ ബോണറ്റോ ഒന്നും റീപ്ലേസ് ഇല്ല. പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം, അതൊരു ഫാമിലിക്ക് വളരെ കിടിലനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നീറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി. ഇപ്പൊ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ടെസ്റ്റ് എടുത്ത് വന്നതുകൊണ്ട് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് വളരെ കുറവാണ്. അപാകതകളൊന്നുമില്ല. എന്തും വളരെ ചീപ്പ് റേറ്റ് 65,000 രൂപ നിങ്ങൾക്ക് തരാം. 65 രൂപ തന്നേക്കാം. ചെറിയ പേപ്പറുള്ള വണ്ടി, പുത്തൻ പേപ്പർ, 5 വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടി. 10-18,000 രൂപയ്ക്ക് 4 ടയർ വാങ്ങിച്ചിട്ടുണ്ട്. 4 പുത്തൻ ടയറുള്ള വണ്ടി. അതെ അതെ, വെറും 65,000 രൂപ. ഓണം ഓഫറുകളാണ് ഇതിൽ പോണത്. ഡൗൺ പേയ്മെന്റ് അല്ലാട്ടോ പറയുന്നത്, വെറും 65,000 രൂപയ്ക്ക് ചിലപ്പോൾ വല്ല ലോണും പ്രൈവറ്റ് കയറാൻ സാധ്യതയുണ്ടോ? അതിപ്പോ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെയാണ് ഈ പ്രൈവറ്റ് ലോൺ കിട്ടും അല്ലേ? പുറത്തുനിന്ന് വന്നവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. 65,000 വെറുതെ വെച്ചെന്നുള്ളൂ. ഒരാൾ ലോൺ ഇടാണ്ട് എടുക്കുക. 65,000 രൂപയ്ക്ക് ഇത്രയും ക്ലീൻ വണ്ടി ഫ്ലൈ വീൽസ് ഇല്ലാണ്ട് വേറെ എല്ലാം കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു റിറ്റ്സ് മഞ്ഞക്കിളി ഉണ്ടല്ലേ? പിന്നെ മോഡല് ഇത് 2015 മോഡൽ ഡീസൽ വണ്ടി. ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നത് 15 ഡീസലാണ്. അതായത് ഇതൊരു വെറൈറ്റി കളറാണ്, സെപ്പറേറ്റ് ചെയ്തതാണ് അല്ലേ?
അത് മാത്രമല്ല അലോയില് 17 ഇഞ്ചിന്റെ 4 അലോയില് അത് സെപ്പറേറ്റ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ക്ലീൻ എക്സ്ട്രാ ക്ലീൻ ആണ് അല്ലേ? അതെ. വീഡിയോ ആണോ? വീഡിയോ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് 99,000 കിലോമീറ്റർ. എത്ര? 99,000 കിലോമീറ്റർ. 1 ലക്ഷം പോലും ഓടിയിട്ടില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല. 15 ആക്സിഡന്റ് ഇല്ല വണ്ടിക്ക്. അതെ. ഇത് നമുക്ക് പ്രൈസ് എത്ര വരും? ഇത് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ സുഖമായിട്ടൊരു 3.25 ലോൺ കയറും. 25,000 രൂപ കേട്ടോ. അതും വേണ്ടി വരില്ല. പ്രൊഫൈൽ വെക്കുകയാണ് ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടും. ഒരു വെറൈറ്റി സാധനമാണ്. നല്ല അടിപൊളി മഞ്ഞ കളറാണ് അല്ലേ? 10-22 മൈലേജും കിട്ടും. ഡീസൽ വണ്ടിയാണ്. അടിപൊളി. അതെന്തായാലും നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അടുത്തൊരു അൾട്ടോ ന്യൂ ഷേപ്പ്. ഇതാണ് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാവുന്ന 2019 മോഡൽ ആൾട്ടോ. 19 മോഡലാണ്. ഇത് ഓടിയത് എത്രയാ? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി. അതിപ്പോ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു അനക്കം പോലും ഇല്ല. കമ്പനി സർവീസ്. 10,000. വേറെ അപാകതകളായിട്ടൊന്നും പറയാൻ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ഈ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ അതുപോലെ തന്നെ ഇതിന്റെ ഇന്ത്യയിൽ ഒക്കെ കമ്പനി വന്ന അതേ സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കണം. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 100% ഗ്യാരണ്ടി. അതെ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ കമ്പനിയൊക്കെ ഉണ്ട്, മാരുതിയുടെ കമ്പനികളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, ഇൻഡസ് ഉണ്ട്. അവിടെ ഒക്കെ പോയി ചെക്ക് ചെയ്തെടുക്കാം. നമ്മൾ പറയണ കൂട്ടാൻ പണ്ടത്തെ കാലമൊന്നും അല്ല. ഇപ്പൊ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുള്ളൂ അല്ലേ? 100% ധൈര്യമായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ ചെക്ക് ചെയ്ത് തോന്നുന്നു. ഇത് വില കൂടി കേട്ടെ. ഇത് നമുക്ക് 2,95,000 രൂപ. 295 മോഡല് ന്യൂ ഷേപ്പ് വണ്ടി VX അല്ലേ? എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. 295 ഫുൾ ലോൺ കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇയോൺ ഉണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇതാകുമ്പോ 2016. ചെറിയ വില അല്ല. 16 ഇത് ഓട്ടം പറയട്ടെ. ഇത് 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. സെക്കൻഡ് ഓണർ ആണ്. ഒരു റീപ്ലേസ് ഇല്ല. ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്ത് പ്രൈസിന് കൊടുക്കാം? നമുക്ക് 2,25,000 രൂപ. 225. സുന്ദരമായിട്ട് ഫുൾ ലോൺ കയറും. അതുപോലെ മാത്രമല്ല ഇന്റീരിയർ ഒക്കെ എന്നാ ക്ലീൻ ആണെന്നറിയോ? നീറ്റ് വണ്ടിയാണ്. ഇത് എനിക്ക് തോന്നുന്നു എറാ പ്ലസ്. എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. 2,25,000 രൂപ ഫുൾ ലോൺ കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഫ്ലഡ് ഒന്നും ഉണ്ടായിട്ട് വില കൊടുത്തേക്കണമല്ല. എല്ലാം പക്കാ ക്വാളിറ്റി. വില കുറച്ച് കൊടുത്താലും പ്രശ്നമാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് അത് വേറെ കാര്യമുണ്ട്. അത് ഓണത്തിനൊക്കെ നമ്മൾ പ്രോഫിറ്റ് മാക്സിമം കുറച്ച് മാക്സിമം വണ്ടികൾ എല്ലാവരിലോട്ടും ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കംപ്ലൈന്റ് ഉള്ള വണ്ടികൾ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഒരു ന്യൂ ഷേപ്പ് വണ്ടി കൂടി കാണിച്ചാൽ 2021 മോഡല് VXi. 21 VXi വെറും 25,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്, അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഡേറ്റ് കണ്ടോ? 5/10/2021 വണ്ടി ഡെലിവറി വരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും മോശമില്ല. പിന്നെ ഓവറോൾ വണ്ടി നല്ല ക്ലീൻ ആണ്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ഇത് നമുക്ക് പ്രൈസ് എത്ര വരും? ഇത് നമുക്ക് 3,75,000 രൂപ. 375. അതായത് 5/10/2021 എക്സാക്ട് ഡെലിവറി വരുന്നത്. 25,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി തന്നെ. അതെ. 2019 തന്നെ അപ്പുറത്തും കിടപ്പുണ്ട്. കാണിച്ചു തരാം. ഇത് വേറെ ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. 375 അല്ലേ? 375. ലോണോ? ഇതിന് നമുക്ക് 3,000 രൂപയ്ക്ക് ലോൺ എന്താണെങ്കിലും കയറും. 50 രൂപ കൊണ്ടുവന്നാൽ 50 വേണ്ട, 10-25 രൂപയൊക്കെയാണ് ഇതിൽ നമുക്ക് ഇറങ്ങി കൊടുക്കാം അല്ലേ? ഇപ്പൊ നമ്മൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും നെഗോസിയേഷൻസ് ഉണ്ടോ? ഇനി ഇതിലെന്തായാലും നമുക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാം. ഓട്ട് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഓഫറാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് അത്. നല്ല ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടത്. ഈ ഒരു മാസം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഒക്ടോബർ 6-ാം തീയതിക്കുള്ളിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്നത്. അതിപ്പോ 5 പേരെ വണ്ടി എടുത്തുള്ളെങ്കിലും ആ 5 പേർക്ക് നമ്മളാക്കി 5 TV കൊടുക്കും അല്ലേ? ഇനി 50 പേരെടുത്താലും ആ 50 പേരിൽ നിന്ന് 5 പേരെ നറുക്കെടുത്തിട്ടാണ് ആ TV തരിക. ആ TV മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ ഒരു യൂണും കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലോ? ഇത് 2017 ആണ്. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ഓൾറെഡി ഇപ്പൊ ഒരു പുള്ളി ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 2017 ഒക്കെ വേറെ നമ്മുടെ ഈ കിടപ്പുണ്ട്. അതാകുമ്പോൾ നമുക്ക് 2 രൂപ റേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം. 17 വണ്ടി 2017 40,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് 40,000. ഇതിപ്പോ ഓൾറെഡി അഡ്വാൻസ് ആയിരിക്കുകയാണ്. ഒരു പുള്ളിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ലോൺ കയറിയില്ലെങ്കിൽ ലോൺ കയറിയില്ലേ അടയ്ക്കലോ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേ നോക്കാം. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മൾ 2.5 ലക്ഷം രൂപ 2,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2,200 കിടപ്പുണ്ട്. അല്ല, ഇതിന് എത്ര വില? ഇത് 2,75. 2,75 ലോ കിലോമീറ്റർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അൾട്ടോ 800. ഇതാ? ഇത് 2019 മോഡൽ VXi. ചെറിയ വില കൊടുത്തേക്കാം. 3,35,000 രൂപ കൊടുത്തേക്കാം. 19 VXi ഓട്ടം വെറും 60,000 കിലോമീറ്റർ. 69,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇതിനും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത VXi വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? ഇതും എയർ ബാഗ് വരില്ലേ? എയർ ബാഗ് കാര്യങ്ങളെല്ലാം VXi ആണ് അല്ലേ? ഓക്കെ. എന്നാലും ടയർ വാങ്ങലുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നീറ്റ് വണ്ടി. അപാകതകളൊന്നുമില്ല. ഓക്കെ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും. ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല വെളിച്ചം വരുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അമീൻ ബ്രോനെ കോൺടാക്ട് ചെയ്തത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇറക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചില്ലെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഉറപ്പായിട്ടും. എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് വല്ല കസ്റ്റമേഴ്സിലേക്ക് ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് കുറെ കോളുകൾ എനിക്ക് എടുക്കാൻ പറ്റാണ്ട്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്നുണ്ട്. മനഃപൂർവ്വം അങ്ങനെയുള്ള ഒരു വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്താണല്ലോ റിപ്ലൈ തന്നെയാണ് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ഇട്ടാൽ മതി വാട്സാപ്പിൽ. അപ്പോൾ ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല കിഡിലിനൊരു
വാഗണർ അല്ലേ? ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിലും ക്വാളിറ്റി വണ്ടിയാണ് ഇത്. LX VXC വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ, 4 ഡോർ പവർ, സെൻട്രൽ ലോക്ക്, വൈപ്പർ അല്ലേ, എല്ലാം വരും. ഇത് മോഡൽ ഏതാ? ഇത് 2014 മോഡൽ VXI. 14 ആണോ ഇത്? എന്റെ മോനെ, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ്. അതെ അതെ. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. ഓട്ടം 62,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല. ക്ലീൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ വണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി. ശരിക്കും വാഗണർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫാമിലി കാറാണ്. അതെ, മാരുതിയുടെ വണ്ടികൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഷേപ്പ് വണ്ടി. അതെ അതെ. അന്നോട്ട് ഇന്ന് വരെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ക്ലീൻ വണ്ടി. നമുക്ക് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ. വെറുതെ പറയാനോ 5-10 ലക്ഷം രൂപ വരും. അത് അത്രയും കോൺഫിഡന്റ് ആണ്. നമ്മളൊരു പ്രസ്ഥാനമായിട്ടിരിക്കണല്ലേ, വഴിയിലിട്ടൊരു കച്ചവടം അല്ലല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിരിക്കണം, ജെനുവിൻ ആണ്. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. 14 വണ്ടി. അതെന്തായാലും. അതെ അതെ. അത് ലോ കിലോമീറ്റർ ആണ്. അത്രയ്ക്കും ക്ലീൻ വണ്ടിയാണ്. 3,35,000 രൂപ. എനിക്ക് തോന്നുന്നു 3 ലക്ഷത്തിന് മേലെ സുഖമായിട്ട് ലോൺ കയറും അല്ലേ? 3 ലക്ഷം രൂപ കയറും എന്തായാലും. 35,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം ചെയ്തു തരും. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് 2017 മോഡൽ. 17 ആണ്. 17 ഓട്ടം 76,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. 76,000 എന്ന് പറയുന്നത് അത്ര വലിയ കിലോമീറ്റർ ഒന്നും അല്ല അപേക്ഷിച്ച്. പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണല്ലോ, അപ്പൊ അത്യാവശ്യം സ്ത്രീകൾക്കൊക്കെ പറ്റിയ ബെസ്റ്റ് സാധനം. ഇത് 80 അല്ലേ വരിക? ഓട്ടോമാറ്റിക് 80 ട്രാൻസ്മിഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ വരും. ബാക്കോട്ട് ഇറങ്ങി പോകില്ല. സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന നല്ല സാധനമാണ്. നല്ല വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെ. ഇതെല്ലാം വാഗണാർ കിടപ്പുണ്ട്, ബ്രിയോ കിടപ്പുണ്ട്, എല്ലാം കാണിച്ചു. നമുക്കിപ്പോ എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 4,15,000 രൂപ കൊടുത്തേക്കാം. 17 വണ്ടി അല്ലേ? അതായത് ഓട്ടോമാറ്റിക് വരുന്ന നല്ല ക്ലീൻ വണ്ടി 2017 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി 4,15,000 രൂപ. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്യാം അല്ലെ? മാക്സിമം കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2014 മോഡൽ പെട്രോൾ വണ്ടി. 14 പെട്രോൾ VXI. നല്ല വൃത്തിയുണ്ടല്ലോ, നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഫ്രണ്ട് 2 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓടിയതോ 87,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല കിടിലൻ പക്കയാണ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് നമ്മൾ ചെയ്തിട്ടേക്കണല്ല, കസ്റ്റമർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരാളും കുറ്റം പറയില്ല, ഉറപ്പായിട്ടും പറയില്ല. അതുപോലെ വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 3,300 രൂപ ലോണും കയറും. 3,300 ലോണും കയറും. 4 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. എന്തായാലും വേറെ അപാകതകളൊന്നും ഇല്ലാത്ത 2014 വണ്ടി, ലോ കിലോമീറ്റർ, ക്ലീൻ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ ഐറ്റം ആണെങ്കിലോ? ഇത് 2010 മോഡലാണ്. 11 രജിസ്ട്രേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ ഒരു കൊടുത്തേക്കാം. 1,35,000 രൂപ കൊടുക്കാം. ഓടിയത് എത്രയാ? അത് 86,000 കിലോമീറ്റർ. 86,000. വേറെ അപാകതകളായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, 2010 അല്ലേ പറഞ്ഞത്? 2010 മോഡലാണ്. ഇത് ശരിക്കും മാനുവൽ വരുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൈലേജ് കംപ്ലൈന്റ് ഉണ്ടാവും. മൈലേജ് ഇച്ചിരി കുറവാണ്. ഒരു 10-13 പ്രതീക്ഷിച്ചാൽ മതി. അല്ല, അത് നോർമൽ അല്ലേ ബ്രോ? അല്ല, മൈലേജ് ആൾക്കാരെല്ലാരും ഇപ്പൊ എന്നോട് പറയാൻ നേരത്ത്, നമ്മൾ ഈ പറയാൻ നേരത്തെ ഇത് വേണമല്ലോ. അതെ അതെ അതെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 12 മുതൽ 15 ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും മൈലേജ് പെട്രോൾ വണ്ടി ഒരുവിധം എല്ലാ വണ്ടികളും ഇപ്പൊ സ്വിഫ്റ്റിന്റെ കഥയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. 1,35,000 രൂപ. 1,35,000 രൂപ കൊടുക്കും. അതെന്തെങ്കിലും കുറയാണ്ട് കുറച്ചും കൊടുക്കണം കേട്ടോ നമ്മുടെ ആൾക്കാർ. കുറച്ച് പറഞ്ഞേക്കണാണ് ഇപ്പൊ നമ്മൾ മാക്സിമം എല്ലാ റേറ്റ് കുറച്ചാ പറയണത്. അതിൽ ഈ നമ്മൾ ഈ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. ഇതിൽ ഇപ്പൊ ആൾക്കാർ പറയും വില കൂട്ടി പറയണം, അങ്ങനെ ഒന്നും അല്ല. ഈ പറയണ വിലക്ക് തന്നെ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ്. ഏത് വണ്ടി എടുത്താലും ഇതിൽ. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ കണ്ടുവരുന്ന ഒരാള് ബ്രോ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പറ്റൂല എന്ന് നമ്മൾ തീർത്ത് പറയുന്നത് കർക്കശക്കാരും ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 10,000 2,000 എങ്കിൽ 2,000 കുറയ്ക്കാൻ പറ്റിയ കുറച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറഞ്ഞ വിലക്ക് നല്ല വണ്ടി കിട്ടണം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും വെളിച്ചം വരുന്നതുകൊണ്ട് കുറച്ച് ഇരുണ്ട ഒരു ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ വണ്ടീനെ എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ നല്ല ഫോട്ടോസ് ഒക്കെ അവർക്ക് പേഴ്സണൽ ആയിട്ടാണല്ലോ. നല്ലൊരു എർട്ടി കാണിച്ചു കൊടുത്താലോ? 2012 മോഡൽ. 12 ആണ്. ഇത് ശരിക്കും ഡീസലാ? ഇത് ഡീസൽ വണ്ടി. വീഡിയോ ഓട്ടം. ഇത് 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം. നമുക്ക് വാറന്റി ഇട്ട് കൊടുക്കാം. 3 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ എഞ്ചിൻ വാറന്റി ഇട്ട് കൊടുക്കാം. അത് എഞ്ചിൻ പണിതാണ്. ഫുള്ള് കംപ്ലീറ്റ് എഞ്ചിൻ വർക്ക് എടുത്താണ്. അതായത് ചുമ്മാ അലുക്കുലത്ത് പണിയല്ല ചെയ്തേക്കണത്. അതുകൊണ്ടാണ് ഷോറൂം ചെയ്താ? ഷോറൂമിനല്ല, പുറത്തുനിന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത്. വാറന്റിയോട് കൂടി തന്നെ. ഇതിപ്പോ 2012 വണ്ടി. ഒരു പുതിയ വണ്ടി ഉപയോഗിക്കാം. എഞ്ചിൻ പക്കയാണ്. എഞ്ചിൻ അതാണ് ഞാൻ വാറന്റി കൊടുത്തത്. ഇത്രയും വണ്ടി കുഴപ്പമുണ്ടായി. എനിക്ക് എല്ലാ വണ്ടിക്കും വാറന്റി പറയാൻ പറ്റില്ല. അതുപോലെ മെക്കാനിക്കലി വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും. എന്തായാലും കംപ്ലീറ്റ്ലി എഞ്ചിൻ വർക്ക് കഴിഞ്ഞ ഒരു പുത്തൻ കണ്ടീഷനിൽ നിങ്ങൾക്ക് എഞ്ചിൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എർട്ടിഗ. 2012 ആണ്. നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 4,000 രൂപ കൊടുക്കാം. 4,000 രൂപ. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലത്തെ അതേ ഫീലോട് കൂടിയിട്ട് ആ എഞ്ചിൻ അത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഗുണം. 4,500,000 രൂപ ലോണ്
ലോൺ കയറും, 4 രൂപ ലോൺ കയറും. 4 ലോൺ കയറും. ഒരു 50,000 രൂപ മതി അല്ലേ? 50,000 രൂപ എന്തെങ്കിലും കുറയ്ക്കാണ്ടേ കുറച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എഞ്ചിൻ വർക്ക് എടുത്ത് ഇത്ര നമ്മൾ വാറന്റിയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞേക്കണം. അത് മാത്രമല്ല ഇവിടെ ചോദിക്കുന്ന റേറ്റ് ഒന്നും അല്ല, പക്ഷെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എല്ലാത്തിനും മാക്സിമം റേറ്റ് അടിച്ചു കുറച്ച് പറഞ്ഞേക്കാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് TV ഒക്കെ വിന്നർ ആവാനുള്ള ഒരു അവസരവും കിട്ടും. ഈ SX4 ആണെങ്കിലോ ഇത് 2009 മോഡൽ പുത്തൻ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. 60,000 കിലോമീറ്റർ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിടും. 2009 സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അടിപൊളി, നല്ല നീറ്റ് വണ്ടിയാണ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ടയർ വാങ്ങൽ ഫ്രണ്ടും ബാക്കും ഏകദേശം 90% ടയറും ഉണ്ട്. ഒരു അപാകതയില്ല, സിംഗിൾ നീറ്റ് വണ്ടി. ഓക്കെ, അതും ലോ കിലോമീറ്റർ. ഹൈലൈറ്റ്. അതാണ് ഹൈലൈറ്റ്. എന്ത് വിലക്ക് കൊടുക്കുക? നമുക്ക് 1,35,000 രൂപ കൊടുക്കും. 1,35,000 കൊടുക്കും. നിങ്ങൾ ആലോചിച്ചോണ്ട് ഇത്രയും വലിയ പേപ്പർ ഉള്ള വണ്ടി കേട്ടോ. 5 വർഷത്തെ പേപ്പർ ഉള്ള വണ്ടി 2009. ഈ 1,35,000 കൊടുക്കാം. 1,35,000 കൊടുക്കുക. നല്ല നീറ്റ് ആണ് വണ്ടി, ഒരു കുറ്റം പറയാനില്ല. സിംഗിൾ ഓണർ, കറക്റ്റ് 60 ഓടിയ വണ്ടി അല്ലേ? 60,000 കിലോമീറ്റർ. വേറെ എവിടെയും കിട്ടും 1,35,000 ഒന്ന് അന്വേഷിച്ച് നോക്കിയോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു TV ഉണ്ടല്ലോ, 7 സീറ്റ് വണ്ടി. 7 സീറ്റ് എങ്ങും കിട്ടാത്ത വിലക്ക് 2016 മോഡൽ TUV T8. ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ ഫിനാൻസ് നോക്കിയായിരുന്നു. അപ്പൊ ഈ വണ്ടിക്ക് വേണ്ടി കുറെ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചായിരുന്നു. അവരോടൊക്കെ എനിക്ക് വിറ്റുപോയി എന്ന് അവർ പറയാൻ വന്നുള്ളൂ. പക്ഷെ അവസാനം വരെ നോക്കിയിട്ട് അവർക്ക് ഫിനാൻസ് ആയില്ല. ആ ഒരു ഓപ്ഷൻ കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏതാ മോഡൽ പറഞ്ഞത്? ഇത് 2016 മോഡൽ TUV T8 ഏറ്റവും കൂടിയ ഓപ്ഷൻ. T8 എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും കൂടിയ ഓപ്ഷൻ, ഇൻക്ലൂഡിംഗ് അലോയ് വീൽ. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ടയർ 4 പുതിയത് കാര്യങ്ങളെല്ലാം ആണ്. ഓ അടിപൊളി. അതും എങ്ങും കിട്ടാത്ത വിലക്ക് 4,85,000 രൂപക്ക്. ഈ ചുമ്മാ പറയുന്നത് വെറുതെ പറയണല്ല, കൊടുക്കാൻ വേണ്ടി പറയണതാണ്. ഉറപ്പായിട്ടും 7 സീറ്റ് വണ്ടി 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കൂടുതൽ കിലോമീറ്ററോ കാര്യങ്ങളോ ഒന്നും ഓടിയിട്ടില്ല. കമ്പനി സർവീസ് ആണ്. 2016 ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ വെറുമ്പാക്ക് പറയണല്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വണ്ടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അന്നേരം ഫിനാൻസ് ഒരു പുള്ളി അഡ്വാൻസ് ഒക്കെ തന്നാണ്, പക്ഷെ അവർക്ക് മാക്സിമം നമ്മൾ ട്രൈ നോക്കിയിട്ട് കിട്ടിയില്ല അല്ലെ? അതുകൊണ്ടാണ് 16 വണ്ടി 4,85,000 രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ സീറ്റ് വണ്ടി. സ്വിഫ്റ്റ് കിട്ടാത്ത വിലക്കില്ലേ? ഉറപ്പായിട്ടും അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ, ഇത് മിസ് ചെയ്യരുത്. അത്രയും ക്വാളിറ്റിയുള്ള നല്ല വണ്ടിയാണ്. ഒരു വണ്ടി കൂടി കാണിച്ചാൽ നല്ല അടിപൊളി ഒരു വാഗണാർ 2015 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 15 ഓട്ടോമാറ്റിക് AMT വരും അല്ലേ? ഇതും അത്യാവശ്യം ടയർ വാങ്ങൽ മോശം കാര്യങ്ങളെല്ലാം വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. 72,000 കിലോമീറ്റർ ആയിട്ടുള്ള 2015 അല്ലേ? അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. എല്ലാം വൃത്തിയുള്ള ഓട്ടോമാറ്റിക് വരുമ്പോൾ എല്ലാ ഓപ്ഷൻസും വരും അല്ലേ? എല്ലാ ഓപ്ഷൻസും. അതെ അതെ. സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇതൊക്കെ. 72,000 ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നത്? നമുക്ക് 3,85 കൊടുക്കാം. 3,85 15 വണ്ടി അല്ലേ? 15 വണ്ടി ഓട്ടോമാറ്റിക്. അതെന്തായാലും നല്ല പ്രൈസ് ആണ്. വലിയ കൂടുതലാണെന്ന് ഞാൻ പറയില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 70 സംതിങ് അല്ലേ ഓടിയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ വന്നത് വെറുതെ ആവല്ലോ. അവിടുന്ന് ഇവിടം വരെ വന്നതല്ലേ. നമ്മൾ എല്ലാ വണ്ടിക്കും അതിനനുസരിച്ച് വെറുതെ പറയണല്ല, വെറുമ്പാക്കായിട്ടും പറയണല്ല. അതെ. ഓണത്തിന് നിങ്ങൾ വന്നോളൂ. ഇവിടുന്ന് എടുക്കുന്ന ആര് വണ്ടി എടുത്താലും ഒരു TV ഗിവർ അല്ലെ വിന്നർ ആവാനുള്ള അവസരമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 20,000 രൂപ 5,000 രൂപ വീതം 4 പേർക്ക് നമ്മൾ ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അതിന്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. ജസ്റ്റ് കയറിയിട്ട് 2 ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ഒരാളെ ഒന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5,000 രൂപ കിട്ടും. ഓണത്തിന് അടിച്ചു പൊളിക്കാൻ ആ പൈസ മതി അല്ലേ? മിസ് ചെയ്യണ്ട കേട്ടോ. അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡീസൽ വണ്ടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? ഇത് 2015 മോഡൽ സ്വിഫ്റ്റ് VDI. 15 മോഡൽ സ്വിഫ്റ്റ് VDI അല്ലേ? ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 110 സർവീസ് ഉള്ള വണ്ടിയാണ്. VDI എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഓപ്ഷൻ വണ്ടി വരും. എല്ലാവിധ ഫീച്ചേഴ്സും വരെ നല്ല കിടിലൻ സീറ്റ് കവറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരപാകത ഇല്ല. ഓക്കെ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 4,000 രൂപ കൊടുക്കാം. 4,000 രൂപയ്ക്ക് 1 രൂപ കയ്യിൽ നിന്ന് മുടക്കണ്ട. നിങ്ങൾ ആലോചിക്കണം, 15 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ നമ്മൾ? നമുക്ക് 1,10,000 കിലോമീറ്റർ ഉണ്ടല്ലേ? അതൊക്കെ ജെനുവിൻ ആയിരിക്കും സർവീസ്. അടിപൊളി. അപ്പൊ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആർക്കെങ്കിലും വേണം നോക്കിയാൽ 1 രൂപ മുടക്കണ്ട, ഫുൾ ലോണിൽ എടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി വീണ്ടും കാണിച്ചു തരാം. എർട്ടിഗയാണ്, ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇതാണെങ്കിലോ ഇത് 2015 മോഡൽ എർട്ടിഗ ZDI സിംഗിൾ ഓണർ വണ്ടി 1,23,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അപ്പൊ ഹൈബ്രിഡ് വരില്ലേ? ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷൻ ഹൈബ്രിഡ് വരുന്നതാണ് അല്ലേ? 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വേണമെങ്കിൽ വരെ മൈലേജ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി എർട്ടിഗയാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനം കേട്ടോ. ഇന്റീരിയർ നല്ല നീറ്റാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ZDI ആണ്. ഓരോ 10,000 കമ്പനി സർവീസ് ഉള്ള അപ് ടു ഡേറ്റ് സർവീസ്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡ് ഇല്ല. റീപ്ലേസ് എന്ന് പറയാൻ നേരത്ത് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് അത് ആക്സിഡന്റ് ആയിട്ടൊന്നും മാറിയതല്ല. അത് ഇപ്പൊ എന്നാ ആ പുള്ളിയുടെ കൊച്ചു കയറി വണ്ടി ലോക്ക് ആയിപ്പോയി. അപ്പൊ അവിടെ തിത്തായാണെങ്കിൽ എടുത്ത് അത് പൊട്ടിച്ച ഡിക്കി ഗ്ലാസ് ആണ്. അങ്ങനെ മാറിയേക്കണാണ്.
എന്തായാലും നല്ല ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടിയാണ്. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 6,000 രൂപ കൊടുക്കും. 6,25,000 രൂപ. 2015 മോഡല് സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ വണ്ടി ZD ആണ് കേട്ടോ. ഒന്ന് മാർക്കറ്റ് വില വെച്ച് മാത്രം പറയണല്ലോ, നമുക്ക് കിട്ടുന്ന അനുസരിച്ച് മാക്സിമം ചെറിയൊരു പ്രോഫിറ്റ് വെച്ച് കൊടുക്കണം. അപ്പൊ ചില വണ്ടികൾക്കൊക്കെ ആൾക്കാർ പറയും വില കൂടുതലാന്നൊക്കെ. നമ്മൾ കിട്ടുന്നതിന് നമ്മൾ ഏറ്റവും കുറച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഇനി ഇതാ ഈ ഒരു ഫുൾ ലോൺ ഇട്ട് കൊടുക്കാവുന്ന 2017 മോഡല് ഹോണ്ട സിറ്റി 17 മോഡലാണല്ലേ. 17 ഇത് ഓടിയത് എത്ര ബ്രോ? ഇത് വെറും 63,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. 63,000. എന്തെങ്കിലും കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് വേരിയന്റ് ഏതാ? ഇത് വി ഓപ്ഷൻ ആണ്. 17 വി ഓപ്ഷൻ ആണ്. വെറും 63,000 ഓടിയിട്ടുള്ളൂ. ബി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കീലസ് എൻട്രി ബട്ടൺ സ്റ്റാൻഡ് അടക്കം വരുന്ന വണ്ടി അല്ലേ. അലോയ് വീൽ ഉണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്. 60,000 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു അപാകതയില്ല. ഫുൾ ലോൺ ഇട്ട് എങ്ങും കിട്ടാത്ത വിലക്ക് 6,95,000 രൂപ ഈ സാധനം ഇറങ്ങി കൊടുക്കും. 17 വണ്ടി, അതും ഒരു അപാകതയില്ലാത്ത പക്ക ഒറിജിനൽ കേരള വണ്ടി. ഈ വണ്ടി ഒന്നും അല്ല കേട്ടോ. അതെ അതെ അതെ. 4 ടയറും ഏകദേശം 90% ടയറും ഉണ്ട്. അലോയ് വീൽ ഉണ്ട്. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന എല്ലാവിധ സംഗതികളും വരുന്ന വണ്ടി. 6,95,000 17 ലോ കിലോമീറ്റർ വണ്ടിട്ട്. ഇത് മിസ് ചെയ്യേണ്ട. സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. ടോപ്പിന് തൊട്ട് താഴത്തുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന അത്യാവശ്യം സ്ത്രീകളുടെ ഇഷ്ട വാഹനം തന്നെ പറയാം. അത് തന്നെ. ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് വന്ന അപ്പൊ തന്നെ പോണ സാധനമാണ്. ഓട്ടോമാറ്റിക് വണ്ടി. CVT ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ബ്രേവ് ആണ്. മോശമല്ലാത്ത മൈലേജ് കിട്ടുന്ന ഒരു CVT വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ? ഇത് 2013 മോഡൽ വണ്ടി. 13 ആണല്ലേ? 13 അല്ലേ? 13 ഇത്രയും വൃത്തിയുണ്ട്. 63,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. കമ്പനി സർവീസ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇന്ത്യയിൽ ഒന്നും മോശമില്ല. ഒന്നുമില്ല, പക്ക ക്വാളിറ്റി ഉണ്ട്. പ്രോ ചോദിച്ചില്ല, മറ്റേ ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏത് കയറ്റത്തിൽ കൊണ്ട് ഇറക്കിയാലും വണ്ടി പുറകോട്ട് പോയില്ല. CVT ആയതുകൊണ്ടുള്ള ഗുണമാണ് ഇത്. പിന്നെ എന്തെങ്കിലും അപാകതയായിട്ട് പറയാം? അപാകത കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ. ഓക്കെ, എന്തായാലും നല്ല നീറ്റ് വണ്ടിയാണ്. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമുക്ക് 3,95,000 രൂപ കൊടുക്കാം. 3,95,000 കൊടുക്കാം. 3,95,000 കൊടുക്കാം. CVT ഓട്ടോമാറ്റിക് 2013 വണ്ടി, ലോ കിലോമീറ്റർ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. ഇതാണെങ്കിലോ വാഗണർ, അതും ഓട്ടോമാറ്റിക് ആണ്. മാനുവലിന്റെ വിലക്ക് 2018 മോഡൽ VXI 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ്, ഡോക്ടർ യൂസിംഗ് വണ്ടിയാണ്. ഇതായിട്ട് പറയണല്ല, ഡോക്ടറുടെ പേര് തന്നെ നടക്കുന്ന ഒരു വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. അടിപൊളി, നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി വണ്ടി. അലുവ കഷ്ണം വണ്ടി. അതെ അതെ അതെ. അലുവ കഷ്ണം മുറിച്ച് വെച്ച പോലെ തന്നെ അല്ല. അതെ, വേറെ ഒരു അപാകതയില്ല. ഒരു അപാകതയില്ല. 100% ഗ്യാരണ്ടി കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും VXI ആണ്. വേറെ അപാകതകൾ ഇല്ലാത്തത് കൊണ്ട് അത് മാനുവലിന്റെ വിലക്ക് വെറും 4,75,000 രൂപ. 4,75,000 അല്ലേ. അതും 18 വണ്ടി, 30,000 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, AMT ആണ് കേട്ടോ. ജെന്യുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. എന്തായാലും നോക്കിക്കോളൂ. ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ ഒരു വർഷം നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു അൾട്ടോ പഴയ ഷേപ്പ് വണ്ടി അല്ലേ. ഇത് 2014 ആണ്. 2014 ഇത് ഓടിയതൊക്കെ ഇത് 63,000 കിലോമീറ്റർ. ഏകദേശം ജെനുവിൻ ആയിരിക്കും അല്ലേ. ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. ഏകദേശം അല്ല കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. നല്ല ക്ലീൻ ആണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. LXI VXI ഇത് LXI ആണ്. 14 LXI ആണ്. 63,000 ഓടിയിട്ടുള്ളൂ. പക്ക വണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല. എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2 രൂപ കൊടുത്തേക്കാം. 2 ലക്ഷം രൂപയ്ക്ക് അല്ലേ. 14 വണ്ടി, ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ. ഓൾമോസ്റ്റ് ഫുൾ ലോൺ നമുക്ക് അപ്ലൈ ചെയ്ത് കയറി പോകുന്നതാണ്. അതെ അതെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതൊന്നും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ് ചെയ്തൊക്കെ ഈ പറഞ്ഞ വിലയ്ക്കൊക്കെ വല്ലപ്പോഴും ഇത്രയും നല്ല വണ്ടികൾ കാണാറ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് മിസ് ചെയ്യാണ്ട് എടുത്തോളൂ. ഇതാ നല്ല അടിപൊളി ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. ഇതോ, ഇത് 2014 മോഡൽ ഇയോൺ. ചെറിയ വിലക്ക് കൊടുക്കാവുന്ന ഇയോൺ തന്നെയാണ്. 14 മോഡലാണ്. ചെറിയ വിലക്ക് കൊടുക്കുക. ഓട്ടം സിംഗിൾ ഓണർ വണ്ടി 70,000 കിലോമീറ്റർ. എറാ പ്ലസ് ആണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല. എന്തെങ്കിലും അപാകത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, എന്തായാലും 2 ഡോർ പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗ് വരും. ഇത് 14 നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? 1,85,000 രൂപ. അടിപൊളി. 1,85,000 രൂപയ്ക്ക് ഇത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി 14 മോഡൽ വണ്ടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മിസ് ചെയ്യണ്ട. ഇതൊന്നും നിങ്ങൾക്ക് ഇനി പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇനി ഒരു പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയെന്നും വരില്ല. വേറെ കാണുന്നു. കുറെ ആൾക്കാർക്ക് പരാതി ഉണ്ട്, ഇവിടെ കാണിക്കുന്ന വണ്ടികളൊക്കെ വിൽക്കാൻ തന്നെ ഇട്ടേക്കണോ. നമ്മളെല്ലാം മാക്സിമം വില കുറച്ച് കൊടുക്കണോണ്ട് അപ്പൊ അടിച്ചു വിടാനാ നോക്കണത്. മാക്സിമം പെട്ടെന്ന് വിളിച്ചോളൂ. ഇന്നത്തെ ഡേറ്റ് 6-ാം തീയതി. ഇന്ന് തൊട്ട് നമ്മൾ ഈ വണ്ടിയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാണിക്കുന്ന വണ്ടിയൊക്കെ നിങ്ങൾക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. സെപ്റ്റംബർ 6 മുതൽ ഒക്ടോബർ 6 വരെ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആൾക്കാരിൽ നിന്നും 5 പേർക്ക് TV 32 ഇഞ്ചിന്റെ TV നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഓൾറെഡി ഓഫറിന് കൊടുത്തതായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിവിടെ ഓണം നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 5 പേർക്ക് നമ്മൾ നിഷ്പക്ഷമായിട്ട് TV പ്ലാൻ ചെയ്തായിരുന്നു. ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ പറഞ്ഞായിരുന്നു. അവസാനം വന്നപ്പോ TVക്ക് അടിയായി. 5 TVക്ക് വരെ ഇപ്പൊ തന്നെ 7 TV നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇത് നിങ്ങളുടെ വീഡിയോയിലൂടെ വന്നവർക്കും
ഒരു ഇതായിട്ട് നമ്മൾ ഒരു ഓർത്തില്ല ടിവിക്ക് ഇത്ര അധികം ആൾക്കാരുണ്ടായിരിക്കും. അത് വെറുതെ പറഞ്ഞിട്ടില്ല കേട്ടോ, കൊടുത്ത എല്ലാവരുടെയും ഫോട്ടോ ഡീറ്റെയിൽസ് സഹിതം എന്നിട്ട് ഞാൻ ബ്രോയ്ക്ക് അയച്ചു തരാം. ഓൾറെഡി ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അത് തീർത്ത് തരാമെന്ന് ഉദ്ദേശമുള്ളൂ. അപ്പൊ എന്തായാലും ഇനിയും 5 എണ്ണം ഇപ്പൊ നമ്മൾ നിലവിൽ തരുന്നുണ്ട്. പിന്നെ 20,000 രൂപന്റെ റോഡ് മാസ്റ്റർ സ്പെഷ്യൽ ആയിട്ട്. അതെ, റോഡ് മാസ്റ്റർ സ്പെഷ്യൽ. നിങ്ങളുടെ വീഡിയോ കണ്ട് വരുന്നത് വീഡിയോ കണ്ട് വന്നു എന്ന് പറയണോ, എന്നാലൊക്കെ കിട്ടുള്ളൂ. വെറുതെ വന്നിട്ട് കാര്യമില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞാൽ മതി റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലൈ വീലിലെ ഈ ഒരു എപ്പിസോഡിലെ കുറെ ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങളെ കാണിച്ചു. ഇവിടുത്തെ ലോ ബഡ്ജറ്റ് വണ്ടികൾ തീരുന്നില്ല. ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10-25 വണ്ടി ഇവിടെ വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാം കൂടി ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറെ അധികം വണ്ടികൾ ഞാൻ എന്തായാലും റീൽ ഇട്ടിട്ടുണ്ട്. ആ റീലുകൾ കയറി കാണാൻ ഒരു കാരണവശാലും മറക്കരുത്. കുറെ വണ്ടികളുണ്ട്. ഒരു നല്ല സ്പാർക്ക് കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? ഇത് 2012 സ്പാർക്ക്. 12 മോഡലുണ്ട്. അടിപൊളി. 12 ഇത് ഓട്ടോ ഒക്കെ എത്രയാ? ഇത് 88 അങ്ങനെയാണ്ട് ഓട്ടം. ഒന്നിനുള്ളിൽ ഓടിയാക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ എക്സ്റ്റീരിയർ. 12 മോഡൽ ഉണ്ടെന്നാണ് ഏറ്റവും പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. എങ്ങും കിട്ടാത്ത വിലക്ക്. ഫ്രണ്ട് 2 പുത്തൻ ടയർ. അതെ, ഈ എങ്ങും കിട്ടാത്ത വില എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് കൊടുക്കാം? 58 രൂപ കൊടുത്തേക്കാം. 58,000 രൂപ. 12 വണ്ടിയോ? ഒരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന വണ്ടി. പിന്നെ അതായത് ഇപ്പൊ ഒരു പള്ളിയിലച്ചൻ തന്നെ യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ്. ഒരു ഇയോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 58,000 രൂപ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ വർത്താനില്ല. അത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ്. അത് ഈ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോട്ടെ, അല്ലാണ്ട് ചപ്പും ചവറും ഇതായിട്ട് കിടക്കാനല്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി ഞാൻ പറയാനില്ല. 12 മോഡൽ ഉണ്ടെന്നുള്ള ഹൈലൈറ്റ്. അതിൽ കൂടി ഞാൻ ഒന്നും പറയില്ല. 58,000 രൂപയ്ക്ക് 12 വണ്ടി എടുത്തോണ്ട് പോകട്ടെ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയോണും കൂടി കാണിച്ചു തരാം. ഇയോൺ ഇതേ മോഡൽ 2017 വണ്ടി. 17 ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. മോശമില്ല. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല സീറ്റ് ഒക്കെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 71,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 71 ഓടിയുള്ളൂ അല്ലേ? 2.5 രൂപ കൊടുക്കാം. 2.5 രൂപയ്ക്ക് ഫുൾ ഫിനാൻസ് ഇതൊക്കെയാണ്. അതായത് 17 മോഡൽ വണ്ടി. അതെ അതെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 17 വണ്ടി 70 സംതിങ് ഓടി നിങ്ങൾക്ക് 2,50,000 ഫുൾ ഫിനാൻസ് എടുക്കാം. ഒരു രൂപ കയ്യിൽ നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ആരെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാൻഡ്രോ നോക്കുന്നുണ്ടെങ്കിൽ ഇതിലും ക്വാളിറ്റി ഉള്ള ഒരു സാൻഡ്രോ ഇനി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. 2011 മോഡൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറും ചെയ്തു. കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് എത്ര ഓടിയുണ്ട് ബ്രോ? ഇത് 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 71 ഓടിയിട്ടുള്ള AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഉള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് ടയറൊക്കെ പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കിലോമീറ്റർ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 1,35,000 രൂപ കൊടുക്കാം. 1,35,000 മോഡലാട്ടോ. നിങ്ങൾ ഒന്നും നോക്കണ്ട. 1,35,000 ക്വാളിറ്റി ആട്ടോ വണ്ടി. കണ്ടും കൂട്ടി എടുത്തോട്ടെ. കാരണം മൈലേജ് അത്യാവശ്യം മോശമാണ്. 12 മുതൽ 15 വരെ കിട്ടും. കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഹ്യുണ്ടായി ആണ്. ധൈര്യമായിട്ട് നോക്കിക്കോളൂ. അതിനും വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു സാൻഡ്രോയും കൂടി 2010 സാൻഡ്രോ 10 ആണ്. ഒരു മോഡലേ കുറയുന്നുള്ളൂ അല്ലേ? ഇത് ഓടിയതൊക്കെ എത്രയാ? ഇത് 1.30 ഓടിയിട്ടുണ്ട്. 1.30. പിന്നെ വേറെ കാര്യം, ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ ലേശം മോശമാണ് കേട്ടോ. ടെസ്റ്റിംഗ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. ടയറിന്റെ കാര്യങ്ങൾ മാത്രമേ ഇച്ചിരി കുറവുള്ളൂ. അപ്പൊ ആ വിലയുള്ളൂ. ചെറിയ വില 85,000 രൂപക്ക് 10 വണ്ടിയാ. അടിപൊളി. 85,000 രൂപക്ക് ടെസ്റ്റിംഗ് വർക്ക് വന്നാൽ പോലും 2000 അടുത്ത കൊല്ലാണ് ടെസ്റ്റ് വന്നത്. പക്ഷെ അന്നേരം ഒന്നും ചെയ്യേണ്ട പെയിന്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടി. പല ടാക്സ് അടച്ച് ടെസ്റ്റിംഗ് തുക അടച്ചാൽ മതി. വെറുതെ കൊണ്ട് കാണിച്ചാൽ മാത്രം മതി അല്ലേ? അതായത് വണ്ടിക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ അതെ, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയാ, പെയിന്റിംഗ് സെക്ഷൻ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഉള്ള വണ്ടി. 10 വണ്ടിയാണ് 85,000 രൂപയ്ക്ക് തരുന്നത്. മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഫ്ലൈ വീൽസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് 4 പുത്തൻ ടയറുള്ള വണ്ടി. ZD 2015 മോഡൽ ZXi പെട്രോൾ ആണ് അല്ലേ? അത് ഡ്യുവൽ ടോൺ ഒക്കെ ചെയ്ത് 4 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഈ ബോണറ്റും മാറിയിട്ടുണ്ട്, ഡിക്കിയും മാറിയിട്ടുണ്ട്. അല്ലാണ്ട് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് ആണ്. ZXi ആണ്. അതെ അതെ അതെ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇതും 1.10 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അബ്രോംപുട്ടിയിലോ കാര്യങ്ങളോ അങ്ങനെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. ചെറിയ ചെറിയ വർക്കുകൾ വന്നിട്ട് അതായത് കമ്പനി തന്നെ ടെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ മാറിയതല്ലേ. മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടയർ പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം സിംഗിൾ ഓണർ ആണ്. ഓരോ 10,000 അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടി. എത്രയ്ക്ക് കൊടുക്കുക? 4 രൂപ കൊടുത്തേക്കാം. 4 രൂപയ്ക്ക് 2015 ZXi വില. അതാണ് ഹൈലൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. അതും മാക്സിമം ലോൺ ചെയ്തു തരും. അതുപോലെ തന്നെ ഒരു പുതിയ വണ്ടി ഉണ്ടല്ലോ. ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ. BXi അല്ല LXi ആണ്. പക്ഷേ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുള്ള വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അല്ല 2 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് സാധനങ്ങളൊക്കെ വരും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. അതെ അതെ, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനിയിൽ ചെയ്താണല്ലേ ആ വിൻഡോ? അതെ അതെ, കാരണം ആ മറ്റേ കട്ടപ്പെട്ടി അല്ല അതിനകത്ത് ഇരിക്കുന്ന. മറ്റേ നല്ല വൃത്തിയുള്ള സാധനമാണ്. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടില് പുത്തൻ ടയറാണ്. ഓക്കെ, ഓട്ടം എത്ര ഇത്?
ഇതിന്റെ 53,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 53,000 ഓടിയിട്ടുണ്ട്. 10/5/2019 ഇതിന്റെ ഡെലിവറി വരുന്നത്. വേറെ അപാകതകളൊന്നുമില്ല, വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് 5,10 കൊടുക്കാം. 19 വണ്ടി പവർ വിൻഡോസ് ഒക്കെ ചെയ്ത 2019 വണ്ടി 5,10,000 രൂപയ്ക്ക് തരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കയറും. ഓൾമോസ്റ്റ് ഫുൾ ലോൺ കയറും. പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് വന്ന് മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ എന്തായാലും അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇതാ ഒരു വാഗണർ 2018 മോഡൽ വാഗണർ സിംഗിൾ ഓണർ വണ്ടി, 84,000 കിലോമീറ്റർ ഓടി, ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് ചെറിയ വില 4 രൂപ കൊടുത്തേക്കാം. 4 ലക്ഷം രൂപ 18 വണ്ടി അല്ലേ? അതായത് 15 LX നിങ്ങൾക്ക് അറിയാലോ, ഓരോരുത്തർ 3 രൂപ വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് 18 VXI അല്ലേ? 18 VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾക്ക് വെറും 4 ലക്ഷം രൂപയ്ക്ക് തരുന്നത്. 4 ലക്ഷം രൂപ. അതായത് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും കുറയ്ക്കാണ്ടെങ്കിൽ കുറച്ചും തരും അല്ലേ? മാക്സിമം കുറച്ച് ഇതാക്കി പറയണതാണ്. എന്നാലും എന്തൊക്കെ നമുക്ക് ഇതാക്കാം, ചെയ്തു കൊടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ലോണും മാക്സിമം ഫുൾ ലോണൊക്കെ മാക്സിമം ഇതൊക്കെ ഫുൾ ലോൺ കയറണം. അതെ അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് ഒരു കംപ്ലൈന്റും വരില്ല. കിലോമീറ്റർ പറഞ്ഞത് ഇതിന്റെ 84,000 കിലോമീറ്റർ കിലോമീറ്റർ. ഓക്കെ, എന്തായാലും മിസ് ചെയ്യേണ്ട, നോക്കിക്കോളാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലൈ വീൽസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിന്റെ വില കേട്ടാൽ നിങ്ങളുടെ തല ശരിക്കും കറങ്ങും. പക്ഷെ ടാക്സിയാണ്, പ്രൈവറ്റ് വണ്ടി ആയിരുന്നു കേട്ടോ, ടാക്സി ആക്കിയതാണ് കസ്റ്റമർ. വേണമെങ്കിൽ ഇത് വീണ്ടും ലൈഫ് ടാക്സ് വണ്ടിയാണ്. മോഡലോ ഇത് 2018 മോഡൽ XZ 18 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, എന്ത് രസമുള്ള വണ്ടിയാണെന്നറിയോ? അതായത് അലോയ് വീൽസ് ഉണ്ട്, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 83,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. പെട്രോൾ ആണ് ഇത്. പെട്രോളിൽ എക്സെറ്റ് ആണ് കേട്ടോ. കാര്യമായ കംപ്ലൈന്റ്സ് ഒന്നും വരാൻ സാധ്യത ഇല്ലാത്ത വണ്ടി. അതായത് നിങ്ങൾ ആലോചിക്കണം, ഈ 2018 വണ്ടിയൊക്കെ പുറത്ത് ഈ 70 സംതിങ് ഒക്കെ ഓടിയ വണ്ടി എത്രയ്ക്കാണ് വിൽക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ഇവിടെ വന്നാൽ 8 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. വേറും 2,99,000 രൂപ നമുക്ക് കൊടുക്കാം. 2,99,000 കൊടുക്കാം. ഇത് 8 ലക്ഷം രൂപ മാർക്കറ്റ് തന്നെ വണ്ടി. ഓ എന്റെ മോനെ, അത് ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ടാക്സി വണ്ടിയാണ്, എന്നിരുന്നാൽ പോലും നമുക്ക് ഇത് പ്രൈവറ്റ് ആക്കാൻ വലിയ ചിലവ് ഒന്നും ചിലവില്ല. കാരണം ലൈഫ് ടാക്സ് വണ്ടി, ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. 15 കൊല്ലത്തേക്ക് ഓൾറെഡി ടാക്സ് ഉള്ള വണ്ടിയാണ്. ജസ്റ്റ് ഇനിയിപ്പോ പ്രൈവറ്റ് ആക്കാൻ 2,500 രൂപ റേഞ്ച് കാശ് ആവുള്ളൂ പ്രൈവറ്റ് ആക്കണമെങ്കിൽ അല്ലേ? ഓൾറെഡി പ്രൈവറ്റ് ആയിരുന്നു, പിന്നെ ടാക്സി ആക്കി, വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കാം. ഇനി ടാക്സിക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കിക്കോളൂ. വെറും 2,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടിയാഗോ 2018 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേരളത്തിൽ എവിടെയും പകുതി വില പോലും അല്ല. പകുതിയോ വില പോലും അല്ല. ഓക്കെ, എന്തായാലും ഇത് മിസ് ചെയ്യണ്ട. ഇഷ്ടം പോലെ വണ്ടികൾ തരാവുന്നുണ്ട്. ഇപ്പൊ എറ്റിയോസ് കിടപ്പുണ്ട്, 5,35 തരാവുന്ന എറ്റിയോസ് 2016 കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ടാക്സി വണ്ടികൾ കയറാനുണ്ട്. പിന്നെ ഈക്കോ CNG വണ്ടികൾ കയറാണ്ട് 2019 വണ്ടിയൊക്കെ 365 അങ്ങനെയൊക്കെ ചെറിയ വിലക്ക് കൊടുക്കാനുള്ള വണ്ടികളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണമാണ് ഓരോ വീഡിയോകളിൽ. ഇപ്പൊ ഇവരുടെ തന്നെയാണെങ്കിൽ ഇപ്പൊ 30 മിനിറ്റ് തീർക്കണോണ്ട് നമുക്ക് ഇത്രയും വണ്ടികളെല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി വീഡിയോസ് നിങ്ങൾ പേടിക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ വണ്ടിയുടെ അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലായ അമീൻ ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞ ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അതെ, അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ റീലും കയറി കാണാൻ മറക്കണ്ട. നല്ല വണ്ടി നോക്കുന്നവർ എല്ലാ വണ്ടിയുള്ള റീൽ നമ്മൾ ഇടുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഒരുവിധം എല്ലാ മാസവും ഇവിടുന്ന് നമുക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.